സന്തോഷം സോദരരേ. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ആരീവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. ആരീവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തന്റെ താഴ്പാർത്തലെ വിശ്വസ്തരായി. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തന്റെ താഴ്പാർത്തലെ വിശ്വസ്തരായി. ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 6:1. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കൃപ ലഭിച്ചത് വ്യർത്ഥമായി പോകരുത്. കൃപ ലഭിച്ചു, കൃപ വ്യർത്ഥമാക്കി കളയരുത്.
യൗസേപ്പിന് കൃപ ലഭിച്ചു. യൗസേപ്പ് വ്യർത്ഥമാക്കി കളഞ്ഞില്ല. യാക്കോബിനുമനായി യൗസേപ്പിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്പെഷ്യൽ ഗ്രേസ് ലഭിച്ചു. പ്രത്യേക കൃപ. നമുക്കെല്ലാം കിട്ടുന്നുണ്ട് പ്രത്യേക കൃപ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വചനം കേൾക്കാനിടയായത്. എത്രയോ ആളുകൾ നാട്ടിലുണ്ട്, എത്രയോ ആളുകളുണ്ട്, അവർക്ക് വരാൻ തോന്നിയില്ലല്ലോ. നിങ്ങൾക്ക് ഈ വചനം കേൾക്കാൻ വരാനിടയായ ദൈവത്തിൻ്റെ കൃപയാണ്. ഈ വചനത്തോടൊരു മധുരവും ആകർഷവും നിങ്ങൾ ലഭിച്ച ദൈവത്തിൻ്റെ കൃപയാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഉണരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിലേക്ക് വചനം ഊളിയിട്ട് കിടക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. വചനം കേൾക്കുമ്പോൾ അതിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പ്രസരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. വ്യർത്ഥമാക്കി കളയരുത്. കിട്ടിയ കൃപ കളയരുത്. വ്യർത്ഥമായി തീരരുത്. യൗസേപ്പിന് കൃപ കിട്ടി. യൗസേപ്പ് അറിയാമായിരുന്നു എല്ലാം നന്മയ്ക്ക്, എല്ലാം നന്മയ്ക്ക്. പൊട്ടൻകിട്ടി തള്ളിയിട്ടപ്പോഴും ഒരു പരാതിയുമില്ല. അവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, പക്ഷേ എനിക്കൊരു ഡ്രീം, ഒരു സ്വപ്നമുണ്ടല്ലോ. എനിക്കൊരു സ്വപ്നമുണ്ടല്ലോ. എന്താ സ്വപ്നം? എനിക്ക് ദൈവം 2 സ്വപ്നങ്ങൾ തന്നിട്ടുണ്ട്. സ്വപ്നങ്ങൾ, ഉന്നതമായൊരു ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം എനിക്ക് തന്നിട്ടുണ്ട്. ആ സ്വപ്നം ദൈവം തന്നതാണെങ്കിൽ നിറവേറും, സംശയമില്ല. പൊട്ടൻകിണറ്റിൽ കിടന്നാലും ദൈവം എന്നെ പൊട്ടൻകിണറ്റിൽ എഴുന്നേൽപ്പിക്കും, എന്നെ ഉയർത്തും. ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ് യോസേഫ് പൊട്ടൻകിണറ്റിൽ കിടക്കുന്നത്. മനസ്സിലൊരു സ്വപ്നം പേറുകയാണ്. മനസ്സിൽ നെയ്തെടുത്തൊരു സ്വപ്നം ഉള്ളത്തിൽ പേറിക്കൊണ്ടാണ് യോസേഫ് പൊട്ടൻകിണറ്റിലേക്ക് താഴുന്നത്. ശരീരം കീറി മുറിയുന്നുണ്ട്. അവിടെ ചിലയിടത്ത് ശരീരം ചെന്ന് മുട്ടി, ശരീരത്തിൽ അവിടെ ചോര പൊടിയുന്നുണ്ട്, ചിലയിടത്ത് ചോര ഒഴുകുന്നുണ്ട്. ഇല്ലേ, യോസേഫിന് പേടിയില്ല. സ്വപ്നം, എനിക്കൊരു സ്വപ്നമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഐ ഹാവ് എ ഡ്രീം. ഇല്ലേ, കേട്ടിട്ടില്ലേ? ഐ ഹാവ് എ ഡ്രീം. എനിക്കൊരു സ്വപ്നമുണ്ട്. ഈ സ്വപ്നം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു സ്വപ്നം ഇന്ന് നെയ്തെടുക്കാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം നെയ്യണം, സ്വപ്നം കരിപ്പിടിപ്പിക്കണം. എന്താണ് സ്വപ്നം? യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധനായി ജീവിച്ച് എൻ്റെ കാലം തീരുമ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേട്ട് ഒരു വിശുദ്ധനായി ദൈവസന്നിധിയിലേക്ക് എനിക്ക് പറന്നു ചെല്ലണം. മതി, വേറൊന്നും വേണ്ട. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധനായി ജീവിച്ച്, ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ ജീവിച്ച്, എപ്പോഴോ ഒരു ദിവസം ഇവിടെ കയറി വരിക എന്നുള്ളൊരു ശബ്ദം ഞാൻ കേൾക്കും. അപ്പോൾ ഞാൻ സ്തുതിയുടെ ചിറകിൽ ഞാൻ പറന്നേറും. എവിടെ? കർത്താവിൻ്റെ പാദത്തിലേക്ക്. ഇതാണ് സ്വപ്നം. ഈ സ്വപ്നം നിങ്ങൾ കൈവശം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. ആ സ്വപ്നത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത്. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ പൊട്ടൻകിണറ്റിൽ തള്ളിയിട്ടപ്പോൾ യൗസേപ്പിന് ഭയമില്ല, എല്ലാം നന്മയ്ക്ക്. യൗസേപ്പിനറിയാം എല്ലാം നന്മയ്ക്ക്. കച്ചവടക്കാർ ഇരുമ്പ് ഒഴിപ്പിച്ച് തുടയിൽ വെച്ചപ്പോൾ ശരീരം അങ്ങ് ഉരുകുകയാണ്. പക്ഷേ ഒരു പ്രയാസവുമില്ല. വേദനയുണ്ട്, പക്ഷേ പ്രയാസമില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു കരുതലുണ്ട്, അത് നിറവേറും, സംശയമില്ല. യോസേഫ് ധൈര്യമായി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പുത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നു, അവിടെ സ്ഥാനമാനങ്ങൾ ലഭിച്ചു. ശരി, ആ വീട്ടിലെ ഉടമസ്ഥനെ പോലെയായി തീർന്നു. പുത്തിഫറിന് നല്ല വിശ്വാസം ഉണ്ടായി. എല്ലാം ദൈവത്തിൻ്റെ കൃപ, അത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൃപ. പിന്നെ കാര്യങ്ങൾ അവതാളത്തിലായി. ആ സ്ത്രീ വേണ്ടാതനത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു, അരുതായികളിലേക്ക് വിളിക്കുന്നു. ആ സ്ത്രീയുടെ അധികാരം ഉപയോഗിച്ച്, യജമാനത്തിയല്ലേ, അധികാരം ഉപയോഗിച്ച് യോസേപ്പിനോട് ആജ്ഞാപിക്കുന്നു. യോസേപ്പ് ആ സ്ത്രീയുടെ കിടപ്പുമുറിയിൽ പോകേണ്ടി വരുന്നു. എന്താണിത്? യോസേപ്പ് അവിടെ നിന്ന് ഉടുവസ്ത്രം പോലും ഉരിഞ്ഞു പോയപ്പോഴും അല്പം പോലും ലജ്ജ കൂടാതെ ഓടി രക്ഷപ്പെടുന്നു. പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. സ്വപ്നം അകത്ത് കിടക്കുകയാണ്. അകത്തൊരു സ്വപ്നം. ദൈവത്തിന് സ്തോത്രം. അകത്തൊരു സ്വപ്നം. എൻ്റെ മാന്യ സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം കിട്ടണം നിങ്ങൾക്ക്. കർത്താവേ, എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധനായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാനുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. കടന്നു ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്. കാരാഗ്രഹത്തിൽ കിടക്കുന്നു. കാരാഗ്രഹത്തിൽ എന്തെല്ലാം പറയുന്നത്? ചിലരിങ്ങനെ പറഞ്ഞു കാണുമോ? ഏട്ടാ ചെറുക്ക, നീ ഈ 17 വയസ്സല്ലേ ഉള്ളൂ, എന്താ എനിക്ക് വേണ്ടാതെന്ന് തോന്നിയത്? നീ ഈ ചെറുപ്രായത്തിൽ ഇത്രയും വിവേകമില്ലാത്തവനായി പോയല്ലോ. നീ ഇത്രയും വേണ്ടാതിനും കാണിക്കാൻ നിനക്ക് തോന്നിയത് എന്താണ്? യോസേഫ് മിണ്ടുന്നില്ല. എന്തിനാ നീ മിണ്ടാത്തത്? യോസേഫ് മിണ്ടുന്നില്ല. എന്തിനാ നീ മിണ്ടാത്തത്? നീ ആ സ്ത്രീയുടെ കിടപ്പുമുറിയിൽ ചെന്ന് നീ ഇത്രയും വൃത്തികേട് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? യോസേപ്പിന് പറയണമെന്നുണ്ട്, നീ കൂട്ടരെ, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നല്ല, ഞാൻ വേണ്ടാതിന് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ തെറ്റിലേക്ക് പോയില്ല, ആ സ്ത്രീ എന്നെ തെറ്റിലേക്ക് വിളിച്ചതാണ് പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞില്ല. എന്തിനാ? ഞാൻ കാരണം വേറെ ആ സ്ത്രീക്ക് എന്തിനാ ചീത്തപ്പേട് വരുന്നത്? ഞാൻ കാരണം ആ സ്ത്രീക്ക് എന്തിനാ മോശം വരുന്നത്? വേണ്ട. എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും.
എൻ്റെ ദൈവം നന്മയ്ക്കാക്കി തീർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യോസേഫ് കാരാഗ്രഹത്തിൻ്റെ യാതന അനുഭവിക്കുകയാണ്. ഈ കാരാഗ്രഹത്തിൻ്റെ യാതന എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് അവിടെയുള്ള കാരാഗ്രഹത്തിലെ മറ്റ് തടവുകളികളുടെ ആക്ഷേപവും പരിഹാസവുമല്ല. അവരെല്ലാം ഇവനെ ആക്ഷേപിക്കുകയാണ്. ഇവൻ തെറ്റ് ചെയ്തെന്ന് തന്നെ അവരുടെ വിശ്വാസം, ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഉടുമുണ്ട് ഒരു സ്ത്രീയുടെ കിടപ്പുമുറിയിൽ കിടക്കുമോ? ഇവൻ്റെ ഉടുമുണ്ട് കിടപ്പുമുറിയിൽ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുകയല്ലേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാം നന്മയ്ക്ക്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, ഉറപ്പായി വിശ്വസിക്കൂ. എന്തെല്ലാം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും എല്ലാം നന്മയ്ക്ക്. ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട, ജീവിതം വേണ്ട, ഞാനങ്ങ് മരിച്ചേക്കാം. എന്തിനാ? ആരും എനിക്കില്ല, ആർക്കും എന്നോട് സ്നേഹമില്ല, പിന്നെ ആർക്കും ഒരു കരുതലില്ല. ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണം? മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ചൊരു കരുതലുമില്ല, ഒരു സ്നേഹവുമില്ല. ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല, ഒരു നല്ല വാക്ക് പറയില്ല. അല്ല വേണ്ട, എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പുഞ്ചിരിച്ചെങ്കിൽ അതും ഇല്ല. എൻ്റെ ഭാര്യയ്ക്കോ അവൾക്ക് ഞാൻ അധികപ്പറ്റാണ്, ശല്യം, എന്നൊരു ശല്യമായിട്ട് അവൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാതാപിതാക്കൾക്കോ അവർ എന്നെ എന്ന് ശപിക്കുകയാണ്, പിരാകുകയാണ്. ഞാൻ ആർക്ക് വേണം? എന്തിനു വേണ്ടി ജീവിക്കണം? മരിക്കണമെന്നുള്ള ചിന്ത, മരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കളയരുത്. ആത്മഹത്യ എന്നുള്ള ചിന്തയിൽ പോലും വരരുത്, ഒരു കാരണവശാലും വരരുത്. ദൈവത്തിന് സ്തോത്രം. എന്തിന്? നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. നിങ്ങൾക്ക് നന്മയ്ക്കാക്കി ദൈവം മാറ്റിത്തരും. ഇന്നുള്ള പ്രയാസങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ളതായ ഒറ്റപ്പെടുത്തലുകളും ഇന്നുള്ള കുറ്റപ്പെടുത്തലുകളും ഇന്നുള്ളതായ അപഹസനങ്ങളും ഇന്നുള്ള അവഹേളനങ്ങളും എല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റിത്തരും. സംശയിക്കേണ്ട. അത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ഒരു രാജാവുണ്ടായിരുന്നു. കഥയാണ്, അങ്ങനെ നടന്നായിരിക്കണമെന്നില്ല കഥ. രാജാവുണ്ടായിരുന്നു, രാജാവ് ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. പഴയ കാലമാണ്. ഇപ്പോൾ രാജാവ് മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ രാജാവ് മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. രാജാവ് മന്ത്രിയും ഉണ്ടായിരുന്നു. മന്ത്രി മഹാബുദ്ധിമാനായിരുന്നു. രാജാവ് വളരെ നല്ല രാജാവായിരുന്നു. ഒരു ദിവസം രാജാവും മന്ത്രിയും കൂടി ഒരു യാത്ര പോയി. അന്നൊക്കെ രാജാക്കന്മാർക്ക് വിശ്രമം എന്ന് പറയുന്നത് നായാട്ടാണ്. മൃഗയാവിനോദം എന്ന് പറയും. മൃഗയാവിനോദം. കാട്ടിലൂടെ നടന്ന് മൃഗങ്ങളെ അസ്ത്രം ചെയ്ത് വീഴിക്കുക, അതിൽ ഒരു വിനോദം. കൃത്യസ്ഥലത്ത് വസ്ത്രം കൊള്ളിക്കുക, അതൊരു വിനോദം. മൃഗയാവിനോദത്തിന് പോയി. എപ്പോഴോ രാജാവിൻ്റെ കൈ ഒരു അപകടത്തിൽപ്പെട്ട് കൈ ഒരു വിരലറ്റുപോയി. ഒരു വിരൽ. രാജാവ് വേദനിച്ച് പൊളയുകയാണ്. മന്ത്രി പറഞ്ഞു, തിരുമേനി അത് നന്മയ്ക്കാണ് കേട്ടോ. എൻ്റെ കൈ ഒരു വിരൽ മുറിഞ്ഞത് നന്മയ്ക്കോ? അതേ തിരുമേനി, നന്മയ്ക്കാണ്. രാജാവ് ദേഷ്യം വന്നു. എന്നാൽ കാണട്ടെ, നിൻ്റെ ഈ നന്മയ്ക്കെന്നുള്ളതിൻ്റെ പ്രമാണം ഒന്ന് കാണട്ടെ. രാജാവ് അവിടെ ഒരു പൊട്ടക്കണ്ടുണ്ടായിരുന്നു, അതിലേക്ക് മന്ത്രിയെ തള്ളിയിട്ടു. നന്മയ്ക്കല്ലേ? ഞാനിപ്പോൾ തന്നെ തള്ളിയിട്ട് നന്മയ്ക്കാന്നല്ലേ നിനക്ക് തോന്നുക? എൻ്റെ തിരുമേനി നന്മയ്ക്ക് തന്നെയാണ്. പാവം, അവൻ ആ പൊട്ടക്കിണറ്റിൽ കിടന്നു. രാജാവ് പിന്നെ ഒറ്റയ്ക്കാണ് പോരുന്നത്. നാട്ടിലോട്ട് പോരണം. രാജാവിന് വഴി അത്ര പരിചയമില്ല. പോരുന്ന വഴിക്ക് അപ്പോഴാണ് കാട്ടുജാതിക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു. അവർ നരമാംസം പച്ചനെ ഭക്ഷിക്കുന്നവരാണ്, മനുഷ്യമാംസം പച്ചനെ തിന്നുന്നവർ. അവർക്ക് പൂജയുണ്ട്. അവർ ഈ രാജാവിൻ്റെ കൊഴുത്ത ശരീരവും ഈ കോമളമായ രൂപവും കണ്ടപ്പോൾ അവരോടി വന്ന് രാജാവിനെ പിടിച്ചു. രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പിടിക്കല്ലേ, ഞാൻ രാജാവാണ്. അതൊന്നും ഞങ്ങൾക്കറിയണ്ട, ഞാൻ രാജാവാണ്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കല്ലേ. അവർ പിടിച്ചുകൊണ്ട് പോയി രാജാവിനെ ഒരു പൂജയ്ക്ക് കൊണ്ടുപോയി നിർത്തി. പൂജ. രാജാവിനെ ചുറ്റും നൃത്തം ചെയ്ത് രാജാവിനെ പിടിച്ച് രാജാവിനെ കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ അവർ രാജാവിൻ്റെ കൈ വിരൽ അറ്റുപോയത് കണ്ടു. ഉടനെ അവർ പറഞ്ഞു, അയ്യോ, ഇത് അംഗഭംഗമുള്ള ഒരാളാണ്, ഇദ്ദേഹത്തെ പൂജയ്ക്ക് കൊള്ളില്ല, ഇദ്ദേഹത്തെ ബലിയർപ്പിക്കാൻ കൊള്ളില്ല, ഊനമുള്ളതാണ്, കുറവുള്ളതാണ്, അംഗഭംഗമുള്ളതാണ്, ഇയാളെ വിട്ടേക്ക്. അപ്പോഴാണ് രാജാവ് ഓർത്തത്, കൈ പോയി നന്നായി. ആ മന്ത്രി പറഞ്ഞ് ശരിയാണല്ലോ. രാജാവ് തിരികെ ചെന്നു. ആ പൊട്ടക്കണ്ണിൻ്റെ അടുക്കൽ ചെന്നു. രാജാവ് പറഞ്ഞു, നീ ഇപ്പോൾ ജീവനോട് ഇരിപ്പുണ്ടോ? ഉണ്ട് തിരുവേനി, ഞാനിവിടെ ഉണ്ട്. ഞാനൊരു വള്ളി പറിച്ചിട്ടാം, നീ അത് പിടിച്ച് കയറുക. അവനെ പിടിച്ച് കയറ്റി. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞ് ശരിയാണ് കേട്ടോ, നന്മയ്ക്കാ. നീ പറഞ്ഞതനുസരിച്ച് എൻ്റെ കൈ പോയപ്പോൾ ഞാൻ നിന്നോട് എനിക്ക് ദേഷ്യം വന്നെങ്കിലും അത് നന്മയ്ക്കാക്കി തീർന്നു. പക്ഷേ രാജാവ് ചോദിച്ചു, പക്ഷേ നീ ഇതിലേക്ക് വീണപ്പോൾ പൊട്ടക്കല്ലിൽ പോയപ്പോൾ നീ പറഞ്ഞല്ലോ ഇത് നന്മയ്ക്കാണെന്ന്.
അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. പൊട്ടക്കിണറ്റിൽ വീണ് നന്മയ്ക്കാവുന്ന എങ്ങനെയാണ്? തിരുമേനി മനസ്സിലായില്ലേ? ഞാൻ അങ്ങയുടെ കൂടെ നടന്നിരുന്നെങ്കിൽ അവർ നോക്കുമ്പോൾ എനിക്ക് അംഗഭംഗമില്ല. അങ്ങയെ വെറുതെ വിടും, എന്നെ കൊല്ലും. അതുകൊണ്ട് അത് അങ്ങ് അതിനെ തള്ളിയിട്ടതും അത് നന്മയ്ക്കാണ്. രാജാവിനപ്പോൾ മനസ്സിലായി നന്മയ്ക്കായി എന്ന്. പഴങ്കഥയാണ്, ധാത്രീ കഥയെന്നൊക്കെ പറയുന്ന ഒരു പഴഞ്ചൻ കഥ. പക്ഷേ അതിനൊരു അർത്ഥമുണ്ട്. നന്മയ്ക്കായി തീരും. ഏത് കാര്യവും നന്മയ്ക്കായി തീരും. ഏത് കാര്യം നന്മയ്ക്കാക്കി തീർക്കും. മനസ്സിലാക്കാൻ പ്രയാസമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഷിക്കാഗോയിലെ അഗ്നിബാധയെക്കുറിച്ച്. ഭയങ്കരമായ അഗ്നിബാധയായിരുന്നു. അത് നടന്ന സംഭവമാണ്. അമേരിക്കയിലെ ഷിക്കാഗോ നഗരത്തിൽ വലിയൊരു അഗ്നിബാധയുണ്ടായി. അന്ന് അനേകം കെട്ടിടങ്ങൾ തീക്കിരയായി, അനേകം തോട്ടങ്ങൾ തീക്കിരയായി, നാടാകെ കത്തിപ്പോയി. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഹെൻറി സ്റ്റാഫോർഡ് എന്ന് പറയുന്ന ഒരാൾക്കാണ്. ഈ സ്റ്റാഫോർഡ് അദ്ദേഹത്തിനുണ്ടായ നഷ്ടം പെരുത്ത നഷ്ടമായിരുന്നു. അദ്ദേഹം അവിടെ സങ്കടത്തോടെ കുറേ ദിവസങ്ങൾ കഴിച്ചു. എല്ലാം കത്തിക്കരിഞ്ഞു പോയില്ലേ. അനേകം കെട്ടിടങ്ങൾ കത്തിപ്പോയി, അദ്ദേഹത്തിന് തോട്ടങ്ങൾ കത്തിപ്പോയി, എല്ലാം കത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കരയുന്നു, മക്കൾ കരയുന്നു, ദുഃഖം, ആകെ ദുഃഖം. വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് ഫ്രാൻസിൽ പോയി ഏതാനും നാൾ കഴിക്കാം. ഇതിലെവിടെയൊന്നും ഇല്ലല്ലോ, ഒരു വെക്കേഷൻ പോലെ ഫ്രാൻസിൽ പോയി ജീവിതം കഴിക്കാം കുറച്ചു കാലം, എന്നിട്ട് തിരികെ വരാം. ദുഃഖം ഒന്ന് മറക്കാൻ പറ്റുമെന്ന് നോക്കാം. വിലെ ഹാർവേ എന്ന് പറയുന്നൊരു കപ്പലിൽ കയറി. അറ്റ്ലാന്റിക്കിൽ കൂടി കപ്പൽ പോവുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അറിയിപ്പ് വന്നത്, ഇദ്ദേഹത്തിന് അവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി. അദ്ദേഹം അവിടെ ആ തോട്ടങ്ങൾ നശിച്ചുപോയ തോട്ടത്തിൻ്റെ എല്ലാം കണക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങേണ്ടി വന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 പെൺമക്കളും അവർ കപ്പലിൽ പോയി. ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിട്ടതവരെ. പക്ഷേ അറ്റ്ലാന്റിക്കിൽ നിറക്കി ചെന്നപ്പോൾ വലിയൊരു അപകടത്തിൽപ്പെട്ടു, കപ്പൽ താണു. ഭാഗ്യവശാൽ ലൈഫ് ബോട്ടിൽ ഭാര്യ രക്ഷപ്പെട്ടു, മക്കൾ 3 പേരും നഷ്ടപ്പെട്ടു, കടലിൽ താണു. ഈ വാർത്ത അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം നെഞ്ചത്തടിച്ച് കരഞ്ഞു. അദ്ദേഹം അടുത്ത കപ്പലിൽ പുറപ്പെട്ടു. വിലെ ഹാർവേ മുങ്ങിയ ഭാഗത്ത് ചെന്നപ്പോൾ ക്യാപ്റ്റൻ വിളിച്ച് പറഞ്ഞു, ദേ ഇവിടെയാണ് വിലെ ഹാർവേ മുങ്ങിയത്, ഇവിടെയാണ് കപ്പൽ മുങ്ങിയത്. അദ്ദേഹം കപ്പലിൻ്റെ മുകൾത്തൊട്ടിലേക്ക് കയറി കൈപ്പിടിയിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം താഴോട്ട് നോക്കി. സ്വന്തം മക്കൾ 3 പേരും മുങ്ങി മരിച്ചെടുത്ത് അദ്ദേഹം നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് അദ്ദേഹം വിതുമ്പി. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടി. ആ പാട്ടാണ് നാം മലയാളത്തിൽ പാടുന്നത്, എല്ലാം നന്മയ്ക്കായി എന്ന്. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യുന്നു എന്ന്. എല്ലാം നന്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഈ യൗസേപ്പിന് മനസ്സിലായി, ഈ വരുന്ന ദുരിതങ്ങളുടെ പരമ്പരകൾ, അടിക്കടി വരുന്നതായ ദുരിതങ്ങൾ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി കർത്താവ് തീർത്ത് തരും. നല്ലൊരു ഉറപ്പ്. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് യൗസേപ്പ് കാരാഗ്രഹത്തിലും ധീരതയോടെ നിന്നത്. ഒരു പതർച്ചയുമില്ല, ആരോടും പരിഭവമില്ല. അതൊരു വലിയ കൃപയാണ്. ഉപദ്രവിച്ചവരുടെ പരിഭവമില്ല, തന്നെ ഈ അപകടത്തിൽപ്പെടുത്തിയവരുടെ പരിഭവമില്ല. സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്നൊരു കാര്യമല്ലത്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, പുരാണങ്ങളിലെ കഥയാണ്. പ്രഹ്ലാദൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. പ്രഹ്ലാദൻ ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു മനുഷ്യനാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു പുണ്യപുരുഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവം പ്രത്യക്ഷപ്പെട്ടു, പ്രഹ്ലാദനോട് ചോദിച്ചു, കഥയാണ്, ചോദിച്ചു, നിനക്ക് ഒരു വരം തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു അനുഗ്രഹം തരാൻ ആഗ്രഹമുണ്ട്. നീ എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? അയ്യോ, എനിക്കൊരു വരവും വേണ്ട. അല്ല, അങ്ങനെ പറയണ്ട, നിൻ്റെ ജീവിതം കണ്ടിട്ട് എനിക്ക് പ്രസാദം തോന്നിയിരിക്കുകയാണ്, നിനക്ക് ഞാനൊരു വരം തരാം. അയ്യോ, എനിക്കൊരു വരവും വേണ്ട. അങ്ങനെ നീ പറയല്ലേ, നീ ചോദിക്കൂ, നീ ചോദിക്കുന്നത് ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വരം തന്നാൽ മതി. എന്താണത്? എന്നെ ഉപദ്രവിച്ചവർക്ക് ആർക്കും ഒരു ദോഷവും വരരുത്. നോക്കണേ, എന്നെ ഉപദ്രവിച്ചവർക്ക് ആർക്കും ഒരു ദോഷവും വരരുത്. ദൈവത്തിന് വലിയ സന്തോഷമായി. ദൈവത്തിന് അത് കേട്ടിട്ട് വലിയ സന്തോഷമായി. പ്രഹ്ലാദന് ആ വരം കൊടുത്തു. പ്രഹ്ലാദൻ അതുകൊണ്ട് ഒരു പുണ്യപുരുഷനായി അറിയപ്പെട്ടു എന്ന്, ഒരു അനുഗ്രഹീത പുരുഷനായി അറിയപ്പെട്ടു. തന്നെ ഉപദ്രവിക്കുന്നവർക്ക് ഒരു ദോഷവും വരരുത് എന്നാഗ്രഹിച്ചു. സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്നതല്ല, സാധാരണക്കാർക്ക് സാധിക്കുന്നതല്ല. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് ഒരു ദോഷവും വരരുതെന്ന് ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ദൈവികമായ സ്വഭാവമാണ്. മനുഷ്യന് സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. സത്വഗുണം ശ്രേഷ്ഠമായ ഗുണമാണ്, അത് ദൈവികമാണ്. രജോ ഗുണം മാനുഷിക ഗുണമാണ്, മാനുഷിക സ്വഭാവമാണ്. തമോ ഗുണം പൈശാചിക സ്വഭാവമാണ്. സത്വഗുണം
രജോ ഗുണം, തമോ ഗുണം. ഈ സത്വഗുണമുള്ളവരാണ് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നത്. എന്നെ ഉപദ്രവിച്ചവർക്ക് പോലും തിന്മ വരരുതെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം നമുക്ക് കാണാം ഈ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ കൂടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവിക സ്വഭാവം എനിക്ക് വേണം, എനിക്ക് സത്വഗുണം വേണം. കർത്താവേ, എനിക്ക് മാനുഷികമായ സ്വഭാവം വേണ്ട, അതല്ല എനിക്ക് വേണ്ടത്. പൈശാചിക സ്വഭാവമേ വേണ്ടല്ലോ. എനിക്ക് കർത്താവേ സത്വഗുണം വേണം. എൻ്റെ ജീവിതത്തിൽ ആരെല്ലാം തിന്മ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം നല്ലത് വരണമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ സാധിക്കത്തക്കവണ്ണം എൻ്റെ ഹൃദയം നന്മ കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. നിസ്സാരമല്ല, അതൊരു വലിയ കൃപയാണ്. യോസേപ്പ് നന്മ മാത്രം ആഗ്രഹിച്ചു. ആരോട് പരാതിയില്ല. സഹോദരന്മാരോട് പരാതിയില്ല, ഇസ്മായിൽ കച്ചവടക്കാരോട് പരാതിയില്ല, പൊത്തിഫറിൻ്റെ ഭാര്യയോട് പരാതിയില്ല, ജയിൽ അധികൃതരോട് പരാതിയില്ല. ഇങ്ങനെ നിന്നതുകൊണ്ട് നോക്കൂ, നാം കാണുന്നു യൗസേപ്പിനെ ദൈവം ഉയർത്തി. എത്രത്തോളം ഉയർത്തി? യൗസേപ്പിനെ മിസ്രയീമിൻ്റെ പ്രധാനമന്ത്രിയാക്കി തീർത്തു. കാരാഗ്രഹത്തിൽ നിന്ന് 30-ാമത്തെ വയസ്സിൽ യൗസേപ്പിനെ വിളിച്ച് അവനെ ഡ്രസ്സ് അണിയിച്ച് അവൻ്റെ ശരീരമാസകലം കുളിപ്പിച്ച് അവനെ നല്ലതുപോലെ അണിയിച്ച് ഒരുക്കി അവനെ കൊണ്ടുപോയി രാജസന്നിധിയിൽ കൊണ്ടുപോയി നിർത്തി. നാം വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ യൗസേപ്പിനെ ഫറോ രാജാവ് വളരെ പ്രശംസിച്ചും അഭിമാനത്തോടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിനെക്കുറിച്ച് ഫറോ രാജാവ് പറയുന്ന ആ ശ്രേഷ്ഠമായ വാക്കുകൾ, നിന്നെ മിസ്രയീമിൻ്റെ ആധിപത്യത്തിലാക്കിയിരിക്കുന്നു. 41-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. 41-ാം അധ്യായം 38-ാം വാക്യം നമുക്ക് വായിക്കാം. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്നാ പറഞ്ഞു. ഫറോ രാജാവ് മറ്റു ദാസന്മാരോട് പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ, രാജാവിന് പോലും ബഹുമാനമായി. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ള മറ്റൊരുത്തനുമില്ല. ഫറോ രാജാവ് പറയുകയാണ്. വിശ്രുതനായ ഫറോ രാജാവ് പറയുന്നു, നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ള മറ്റൊരുത്തനുമില്ല. നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുന്നത് ഈ സിംഹാസനം കൊണ്ട് മാത്രമായിരിക്കും. നീ എല്ലാ വിധത്തിലും നീ എന്നോടൊപ്പമായിരിക്കും. നിനക്കെല്ലാ അധികാരവും ഞാൻ തന്നിരിക്കുന്നു. യൗസേപ്പിനെ ഫറോ രാജാവ് അനുഗ്രഹിക്കുന്നു, ഫറോ രാജാവ് ഉയർത്തുന്നു. അടുത്ത വാക്യം, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേപ്പിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി, ഫറവോന്റെ രാജകീയമായ പദവിയുള്ള മുദ്രാമോതിരം ഊരി യോസേഫിന്റെ കൈയിലേക്ക് മുദ്രാമോതിരം ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. അവനെ വിശിഷ്ട വസ്ത്രം, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി, ഫറവോ രാജാവിന്റെ രണ്ടാം രഥത്തിൽ യോസേപ്പിനെ കയറ്റി. മുട്ടുകുത്തുവീൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ച് പറയിച്ചു. മേലധികാരിയാണ്, ഇവന്റെ മുമ്പിൽ ജനങ്ങളെല്ലാം പ്രജകളെല്ലാം മുട്ടുകുത്തുവീൻ എന്ന് പറയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ആ മുട്ടുകുത്തുവീൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്. മുട്ടുകുത്തി എന്ന് പറഞ്ഞപ്പോൾ പൊത്തിഫേർ ഒന്ന് മുട്ടുകുത്തി, കാരാഗൃഹപ്രമാണി വന്ന് മുട്ടുകുത്തി, പൊത്തിഫേറിൻ്റെ ഭാര്യ വന്ന് മുട്ടുകുത്തി. നോക്കൂ, നിന്ദിക്കുന്നിട മുമ്പിൽ മാനിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. നിന്ദിക്കുന്നിട മുമ്പിൽ, താഴ്ത്തിയുടെ മുമ്പിൽ, അവഹേളിച്ചയുടെ മുമ്പിൽ മാനിച്ച് ദൈവം ഉയർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിനെ ദൈവം ഉയർത്തി കൊണ്ടുവന്നു. മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാക്കി. നോക്കൂ, മിസ്രയീം ദേശത്തിന് അധിപതിയായപ്പോഴാണ് നാനാദേശങ്ങളിൽ നിന്ന് ക്ഷാമം പിടിച്ച് പട്ടിണിപ്പാവങ്ങൾ വന്ന് യൗസേപ്പിന് മുമ്പിൽ കൈനീട്ടി നിന്നത്. അവിടെ യൗസേപ്പിൻ്റെ നാട്ടിൽ മിസ്രയീം ദേശത്ത് ധാന്യം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ ധാന്യം ചോദിച്ചു വാങ്ങുവാൻ യാചകരെ പോലെ നാനാദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു, പട്ടിണിപ്പാവങ്ങൾ വരുന്നു. ദേശത്തെല്ലാം പട്ടിണിയാണ്, ക്ഷാമമാണ്. യൗസേപ്പിൻ്റെ അടുക്കലെല്ലാം സമൃദ്ധിയുമുണ്ട്. ദാരിദ്ര്യം പൂണ്ട സമൂഹത്തിൽ എല്ലാ സമൃദ്ധിയുമുള്ള യൗസേപ്പിൻ്റെ അരികിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് യാചകരെ പോലെ നിന്നു. യൗസേപ്പ് അവർക്കെല്ലാം ധാരാളമായി പകർന്നു കൊടുത്തു.
യൗസേപ്പ് അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കാൻ തുടങ്ങി. യൗസേപ്പ് മേലധികാരിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഉയർത്തുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ കണ്ണീര് ദൈവം തോർത്ത് തരുന്ന നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന വിശ്വാസമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തിയവൻ അവനെന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അരികത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചോര ചിന്തിയവൻ, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവൻ അവൻ നിങ്ങൾ അരികത്തേക്ക് വരുന്നുണ്ട്. അവൻ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. അവനൊരേ ഒരു കാര്യം മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ: മോനെ, നിൻ്റെ ഹൃദയം നീ എനിക്ക് തരാമോ? ഞാൻ നിന്നെ വലിയവനാക്കാം. മോളെ, നിൻ്റെ ഹൃദയം നീ എനിക്ക് തരാമോ? ഞാൻ നിന്നെ വലിയവളാക്കാം. മകനെ, നിൻ്റെ ജീവിതം നീ എനിക്ക് തരാമോ? ഞാൻ നിന്നെ ഉയർത്താം, ഞാൻ നിന്നെ വളർത്താം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. സ്തോത്രം. മറക്കരുത് ആ വാക്യം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. നമുക്ക് വേണ്ടി എല്ലാം ചെയ്യാനൊരു ദൈവമുണ്ട്. നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. ദൂരെ ദൂരെ നിൽക്കുന്നവനല്ല. നിങ്ങൾ ഈ കേൾക്കുന്നത് ദൂരെ ദൂരെ നിൽക്കുന്ന ദൈവത്തെയല്ല. അങ്ങ് ആകാശങ്ങൾക്കപ്പുറം നിൽക്കുന്ന ദൈവത്തെയല്ല. ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾക്കപ്പുറം നിൽക്കുന്ന ദൈവത്തെയല്ല. നക്ഷത്രരാശികൾക്കപ്പുറം ഇരിക്കുന്ന ദൈവത്തെയല്ല. നിങ്ങളീ കേൾക്കുമ്പോൾ നിങ്ങൾ അരികത്ത് നിൽക്കുന്ന ക്രിസ്തു. അവൻ സ്നേഹനിധിയാണ്. അവൻ കാരുണ്യക്കടലാണ്. അവൻ കൃപയുടെ അധിപതിയാണ്. അവൻ കണ്ണീര് തുടയ്ക്കുന്നവനാണ്. അവൻ വേദന കാണുന്നവനാണ്. അവൻ വേദന മാറ്റുന്നവനാണ്. അവൻ രോഗം സൗഖ്യമാക്കി തരുന്നവനാണ്. നിങ്ങളുടെ മേലുള്ള ബാധകൾ മാറ്റുന്നവനാണ്. പൈശാചിക ബന്ധങ്ങൾ അഴിക്കുന്നവനാണ്. കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബാധകളും ബന്ധനങ്ങളും അഴിച്ച് നിങ്ങളുടെ മേലുള്ള ശാപങ്ങളെല്ലാം മാറ്റി സമാധാന ജീവിതം നിങ്ങൾക്ക് തരുന്നവനാണ്. അവൻ അതിൻ്റെ അരികത്ത് നിൽക്കുന്നു. അവനോട് പറയുവിൻ: കർത്താവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. മേലിൽ പാപത്തിലേക്കില്ല കർത്താവേ, മേലിൽ തിന്മയിലേക്കില്ല കർത്താവേ. അവിടുത്തെ ഛായ പ്രാപിച്ച് യേശുവേ, നിൻ്റെ രക്തത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ വിജയാനുഭവം അനുഭവിച്ച് എനിക്ക് അതിനെ പ്രസാദിപ്പിക്കണം. അത് മാത്രമേ വേണ്ടൂ. അതിനായി എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ ആയുസ് നിനക്ക് ഞാൻ തരുന്നു. എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്നതാ നീ എന്നെ തൊടണമേ. ഇന്ന് നീ എന്നെ സ്പർശിക്കണമേ. നിൻ്റെ അത്ഭുത കരം, എന്നെ മെനഞ്ഞ കരം, എന്നെ ഇതുവരെയും വളർത്തിയ കരം ഇപ്പോൾ എൻ്റെ തലമേൽ വെച്ച് എന്നെ ആശീർവദിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എന്നെ കഴുകി വെടിപ്പാക്കണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരു നല്ല ദൈവത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തു ഞങ്ങളോടുകൂടി നടക്കുവാൻ താല്പര്യമുള്ളവനാകിയാൽ സ്തോത്രം. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ ഇതിനെ എതിരേൽക്കുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരമോന്നത നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.